കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധീഷും നിധിയും ഡിവോഴ്സ് വാങ്ങാൻ പോയ കാര്യം അറിഞ്ഞ ഹരീഷ് വീട്ടിൽ വന്ന് അവരോടായി പൊട്ടിത്തെറിക്കുന്നുണ്ട്. സുധീഷല്ല, താനാണ് ഡിവോഴ്സിന് മുൻകൈ എടുത്തത് എന്ന് നിധി അറിയിക്കുമ്പോഴേക്കും ഒന്നും മിണ്ടാതെ നിന്ന സുഭാഷിനോട് ഹരീഷ് പോയി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്താ സുഭാഷ് ഏട്ടാ ഇങ്ങനെ നിൽക്കുന്നത്? ഇത്ര വലിയൊരു കാര്യം ഈ വീട്ടിൽ നടന്നിട്ടും സുഭാഷ് ഏട്ടന് ഒരു കുലുക്കവുമില്ലല്ലോ. സുഭാഷ് ഏട്ടൻ്റെ ഈ നിൽപ്പ് കണ്ടാൽ തന്നെ അറിയാം സുഭാഷ് ഏട്ടന് സത്യങ്ങളെല്ലാം അറിയാമെന്ന്. സത്യം പറ, എന്താ കാര്യം? ഞങ്ങളടുത്തു നിന്ന് മാത്രമായി മറച്ചു വെക്കുന്ന ആ സത്യം എന്താണ് എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അന്നൊരു ദിവസം ബാഗും എടുത്ത് രണ്ടുപേരും എങ്ങോട്ടോ പോയി. തിരിച്ചു വന്നപ്പോൾ എവിടാണ് പോയതെന്ന് ചോദിക്കുമ്പോൾ ഹണിമൂണിന് പോയതാണെന്ന് പറഞ്ഞു. ആ പച്ചക്കള്ളം ഞങ്ങൾ വിശ്വസിച്ചു എന്നാണോ നിങ്ങൾ കരുതിയത്? അപ്പോൾ തൊട്ടേ ഏട്ടത്തി ഈ വീട്ടിൽ നിന്നും പോവാൻ ഒരുങ്ങിയതാ. അതിന്റെ കാരണം എന്താണെന്ന് അന്ന് സുഭാഷ് ഏട്ടൻ പറയാനൊരുങ്ങിയതുവാ. പക്ഷെ ഇവർ പെട്ടെന്ന് വന്നപ്പോൾ സുഭാഷ് ഏട്ടൻ അത് മറച്ചു വെച്ചു. എന്താ സുഭാഷ് ഏട്ടാ ശരിക്കും ഇവർ തമ്മിലുള്ള പ്രശ്നം? ഈ വീട്ടിൽ എന്താ നടക്കണേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ഹരീഷ് പറയുമ്പോൾ ആരും ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ട് നിൽക്കാണ്. സുധീഷ് പെട്ടെന്ന് അവിടുന്ന് പോവാൻ ഒരുങ്ങുമ്പോൾ ഹരീഷ് അവന്റെ കോളർ പിടിച്ചുകൊണ്ട് എങ്ങോട്ടാടോ പോകുന്നേ? ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം പറയാതെ ആരും ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല. ഉത്തരം പറയടോ എന്ന് ഹരീഷ് അലറുമ്പോഴേക്കും എനിക്ക് സൗകര്യമില്ല, നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ഒരാവശ്യവും എനിക്കില്ല എന്ന് സുധീഷും പറയുന്നുണ്ട്. ഉത്തരം പറഞ്ഞേ മതിയാവൂ എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും എന്നാ കേട്ടോ, ഡിവോഴ്സ് വാങ്ങിക്കാൻ തന്നെയാ പോകുന്നത്. ഇനി മുതൽ ഒരുമിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഡിവോഴ്സ് ചെയ്യാൻ പോവാ. എന്താ പ്രശ്നം? എന്നെ കൊണ്ട് ഈ വീട്ടിൽ നിനക്ക് അത്രയ്ക്ക് പ്രശ്നമാണെങ്കിലേ നീ പറഞ്ഞാൽ മതി, ഞാനും ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. കണ്ടില്ലേ, ഇയാൾ പോയാൽ ഈ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീരുമോ? തനിക്ക് ഇഷ്ടമുള്ളപ്പോൾ കല്യാണം കഴിക്കാം, ഇഷ്ടമുള്ളപ്പോൾ ഡിവോഴ്സ് ചെയ്യാം, ചോദിച്ചാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. ഈ വക വേഷം കേട്ടൊന്നും എൻ്റെ അടുത്ത് ഇറക്കണ്ട. ഇയാൾ കാരണം പറഞ്ഞേ പറ്റൂ. ഇയാൾ എന്തിനാ ഇപ്പോൾ ഡിവോഴ്സ് ചെയ്യുന്നേ? അത് പറഞ്ഞിട്ടേ ഉള്ളൂ. ഇനി ഞങ്ങളോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ കല്യാണം കഴിച്ച് മുന്നിൽ വന്ന് നിന്നപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? സന്തോഷത്തോടെ സ്വീകരിക്കുകയല്ലേ ചെയ്തത്? എടോ, സന്തോഷത്തോടെ ഞങ്ങൾ ആഘോഷിക്കുകയല്ലേ ചെയ്തത് എന്നൊക്കെ ഹരീഷ് ദേഷ്യത്തോടെ അലറുന്നത് കേട്ട് നികേഷും നിധിയും കരയുന്നുണ്ട്. ഇയാൾ വന്നതിന്റെ പിറ്റേ ദിവസം നാടാകെ അറിയിച്ച് കല്യാണം നടത്തി കാണിച്ചു കൊടുത്തു ഞങ്ങള്. എടോ, ഇയാൾക്കതൊന്നും ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷേ ഞങ്ങൾക്ക് ആ രാത്രി ആഘോഷത്തിന്റെ രാത്രിയായിരുന്നു. എടോ, ഇത്ര പേരുടെ സന്തോഷം ഇല്ലാതാക്കിയിട്ട് എന്തിനായി ഡിവോഴ്സ് എന്ന് എനിക്ക് എന്തായാലും അറിയണം. എടോ, താൻ കാരണം പറ, കാരണം മാത്രം പറ. പറയാൻ എന്ന് ഹരീഷ് അലറുമ്പോഴേക്കും കാരണം എന്ന് പറഞ്ഞ് സുധീഷും ടെൻഷനോടെ നിൽക്കുന്നുണ്ട്. അപ്പൊ നികേഷ് നിധിയോടായി എന്താ ഏട്ടത്തി കാരണം? ഈ വീട് ഇഷ്ടപ്പെടാത്തോണ്ടാണോ? എങ്കിൽ നമുക്ക് കുറച്ചുകൂടി വലിയ വീട് വാടകയ്ക്ക് എടുക്കാം. അത് കേട്ട് നിധി വിഷമത്തോടെ പൊട്ടിക്കരയുന്നുണ്ട്. അപ്പോഴേക്കും ഭാസ്കരനും സൈക്കിളിൽ അങ്ങോട്ട് വരുന്നുണ്ട്. ഇനി സുധീഷ് ഏട്ടൻ പറഞ്ഞ നുണകൾ കൊണ്ടാണോ ഏട്ടത്തി ഈ വീട് വിട്ട് പോകാനൊരുങ്ങുന്നത്? അങ്ങനെയാണെങ്കിൽ ഒരു തവണ സുധീഷ് ഏട്ടനോട് ഞങ്ങൾക്ക് വേണ്ടിയൊന്ന് ക്ഷമിച്ചൂടെ എന്ന് ഹരീഷ് കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോഴേക്കും കരച്ചിലോടെ നിധിയും ഞാൻ പറഞ്ഞോളാം സുഭാഷ് ഏട്ടാ, ഞാൻ തന്നെ എല്ലാം പറയാം, എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ വയ്യ എന്ന് പറയുമ്പോഴേക്കും സൈക്കിളിൽ നിന്ന് ഇറങ്ങി വന്ന ഭാസ്കരനും അവരുടെ സംസാരം കേട്ട് മുറ്റത്തിരിക്കുകയാണ്. എന്തിനാ ഞാനും സുധീഷും ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നതെന്നല്ലേ ഞാൻ പറയാം നികേഷേ, സത്യങ്ങളെല്ലാം ഞാൻ പറയാം എന്ന് നിധി കരച്ചിലോടെ പറയുമ്പോഴേക്കും ഒരു ഞെട്ടലോടെ ഭാസ്കരനും അത് പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. എല്ലാത്തിനും കാരണക്കാരി ഞാനാ. ഡിവോഴ്സ് ചോദിച്ചതും ഞാനാ. ഡിവോഴ്സ് ആവശ്യമുള്ളതും എനിക്കാ. ഈ കല്യാണം എന്ന് നിധി വിഷമത്തോടെ പറയുമ്പോഴേക്കും മതി മോളെ എന്ന് സുഭാഷും പറയുന്നുണ്ട്. ഏയ് സുഭാഷ് ഏട്ടാ, ഏട്ടത്തി പറയട്ടെ, ഏട്ടത്തി പറയാൻ തുടങ്ങിയതല്ലേ എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും വേണ്ട, ഞാൻ പറഞ്ഞോളാം, അതാ നല്ലത് എന്ന് സുഭാഷും പറയുന്നുണ്ട്. ഇതിനപ്പുറം മറച്ചു ജീവിക്കാൻ എന്നെ കൊണ്ടാവില്ല. സുധീഷ് നിധിയെ വിവാഹം ചെയ്ത് ഈ വീട്ടിലേക്ക് വന്നപ്പോൾ നിങ്ങളെപ്പോലെ ഞാനും ഒരുപാട് സന്തോഷിച്ചു. പിറ്റേന്ന് നിധിയുടെ അച്ഛന് സുഖമില്ല എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവളുടെ വീട്ടിലേക്ക് പോയില്ലേ? അന്നവർ തിരിച്ചു വരുമ്പോഴേക്കും നാട്ടുകാരൊക്കെ അറിയുന്ന പോലെ ഒരു കല്യാണം നടത്തണമെന്ന് അച്ഛൻ പറഞ്ഞത് കേട്ട് ഞാൻ വേണ്ടതെല്ലാം ചെയ്തിരുന്നു. അന്ന് റിസപ്ഷന് നിധി സ്റ്റേജിലേക്ക് വരാൻ കൂട്ടാക്കില്ല. അവസാനം ഞാൻ പോയി ചോദിച്ചപ്പോൾ നിധി എല്ലാ സത്യങ്ങളും എന്നോട് പറഞ്ഞു. നമ്മളെല്ലാവരും കരുതിയതുപോലെ ഇവരുടേത് ഒരു റിയൽ വിവാഹമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. റിസപ്ഷന് സ്റ്റേജിലേക്ക് അവൾ വരാതിരിക്കുന്നത് കണ്ട് സുഭാഷ് എന്താണെന്ന് അന്വേഷിക്കാൻ അവരുടെ റൂമിലേക്ക് ചെന്നതും നിധി അവനോടായി സത്യങ്ങളൊക്കെ പറയുന്നതും വിഷമത്തോടെ വന്ന സുഭാഷ് അതിഥികളോട് സത്യങ്ങളൊക്കെ പറയാനൊരുങ്ങുമ്പോൾ നിധി സ്റ്റേജിലേക്ക് കയറി വരുന്നതും എല്ലാം സുഭാഷ് ഓർക്കുന്നുണ്ട്. ഇഷ്ടപ്പെടാത്ത കല്യാണം നടക്കാതിരിക്കാനായി വീട്ടിൽ നിന്നിറങ്ങി വരുമ്പോഴേ നിധി സുധീഷിനെ ഒരു ഡ്രൈവറായി മാത്രമേ കണ്ടിരുന്നുള്ളൂ. പിന്നാലെ വന്ന വീട്ടുകാരിൽ നിന്ന് രക്ഷപ്പെടാനായാ ഇവരെന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി കയറിയത്. അന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവർക്ക് രണ്ട് ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ ഇവർ പ്രേമിച്ചൊളിച്ചോടി വന്നതാണെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് വിവാഹം കഴിക്കുക,
അല്ലെങ്കിൽ നിധി അവരുടെ അച്ഛൻ്റെ കൂടെ പറഞ്ഞു വിടുക. അപ്പോഴത്തെ ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് ഇവരപ്പോൾ ആ നുണക്കല്യാണം നടത്തിയത്. പോലീസാണെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ അത് ലീഗലി വാലിഡായി. ഇതൊന്നും അറിയാതെ ഇവരോടൊരു വാക്ക് പോലും ചോദിക്കാതെ നമ്മളന്ന് റിസപ്ഷൻ അറേഞ്ച് ചെയ്തു. ഈ കാര്യത്തിൽ സുധീഷിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇതൊക്കെയാണ് അന്ന് സംഭവിച്ചതെന്ന് പറയാനുള്ള ഒരവസരം പോലും നമ്മൾ അവന് കൊടുത്തില്ല. ഇവിടെ എത്തിയപ്പോഴാണ് റിസപ്ഷന്റെ കാര്യം തന്നെ അവരറിയുന്നത്. പിന്നെ നാട്ടുകാരുടെ മുന്നിൽ നിന്ന് നമ്മൾ നാണം കെടാതിരിക്കാൻ വേണ്ടി ഇവളന്ന് സ്റ്റേജിൽ വന്ന് നിന്നു. അതുതന്നെ ഒരു വലിയ കാര്യമല്ലേ. അതിന് തന്നെ നമ്മൾ ഇവളോട് കടപ്പെട്ടിരിക്കേണ്ടവരാ എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും ഭാസ്കരനും ടെൻഷനോടെ ഉമ്മറത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. ഈ വിവാഹം ഒരു തടസ്സമാവില്ലെന്ന് ഞാൻ അന്നേ അവൾക്ക് വാക്കു കൊടുത്തതാ. പിന്നെ കാര്യങ്ങളൊക്കെ എല്ലാവരെയും പതിയെ അറിയിക്കാൻ വേണ്ടി അവൾ നമ്മുടെ കൂടെ നിന്നു എന്നേ ഉള്ളൂ. ഇവർ രണ്ടുപേരെയും സംബന്ധിച്ചിടത്തോളം ഇതൊരു റിയൽ കല്യാണമല്ല. എടാ, അങ്ങനെയുള്ളപ്പോൾ ഇത് അവൾക്കൊരു കുരുക്കല്ലേ. അപ്പോൾ അവളുടെ മുന്നിൽ ഡിവോഴ്സ് അല്ലാതെ വേറെ എന്ത് വഴിയാ ഉള്ളത്? ആദ്യ ദിവസം തന്നെ ഈ വീട്ടിൽ നിന്ന് പോകുമെന്ന് പറഞ്ഞതാ നിധി. പക്ഷേ ഹോസ്റ്റലും വീടും ഒന്നും ശരിയായില്ല. അന്നൊരു ദിവസം നിധി ബാഗും എടുത്തു പോയത് ഒരു വീട് കിട്ടിയത് കൊണ്ടാ. പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും ആ വീട് ശരിയായില്ല. അന്നിവർ വരാൻ കുറച്ചുകൂടി വൈകിയിരുന്നെങ്കിൽ ഞാൻ സത്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞേനെ. ഇതാണ് സത്യം. ഈ സത്യങ്ങൾ എങ്ങനെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമെന്നറിയാതെ ഞാൻ ആകെ ടെൻഷനിലായിരുന്നു. പക്ഷേ ഡിവോഴ്സിന്റെ കാര്യം ഞാൻ നീ പറഞ്ഞപ്പോഴാ അറിഞ്ഞത്. ഹരീഷേ, ഇത്രയുമായിട്ടും ഞാനൊന്നും മിണ്ടുന്നില്ലല്ലോ എന്ന് നീ പറഞ്ഞില്ലേ. ഇതെല്ലാം അറിഞ്ഞിട്ട് ഞാൻ എന്തു മിണ്ടാനാടാ, എന്തു മിണ്ടാനാ, നീ പറ എന്ന് സുഭാഷ് ചോദിക്കുമ്പോഴേക്കും അത് കേട്ട് നികേഷും പൊട്ടിക്കരയുന്നുണ്ട്. കരച്ചിലോടെ നിധിയും, ഇതിനൊക്കെ കാരണക്കാരി ഞാനാ. എൻ്റെ വീട്ടുകാർ തീരുമാനിച്ച കല്യാണത്തിൽ നിന്നും രക്ഷപ്പെടാനായി തൽക്കാലം ഒരു ഫേക്ക് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ അതിന് സമ്മതിച്ചത്. അന്നത്തെ ആ ട്രോമയിൽ എന്താ സംഭവിക്കുന്നേ എന്ന് പോലും ഞാൻ അറിഞ്ഞില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിവാഹം കഴിച്ചാൽ അത് ലീഗലാവുമെന്നും ആലോചിച്ചില്ല. സുധീഷിനെ ഇങ്ങനെയൊരു കുടുക്കിൽ കുടുക്കിയത് ശരിക്കും ഞാനാ. സുധീഷിന്റെ ജീവിതത്തിൽ മറ്റൊരു കല്യാണം നടക്കണം, സന്തോഷമായിട്ട് ജീവിക്കണം. അതിനീ നുണക്കല്യാണം ഒരു തടസ്സമായിട്ട് നിൽക്കരുത്. അതുകൊണ്ടാ ഡിവോഴ്സ് വാങ്ങാനായിട്ട് വക്കീലിനടുത്ത് പോയത്. നിങ്ങൾക്കൊക്കെ ഞാൻ ചെയ്തത് വലിയൊരു തെറ്റായി തോന്നും. ഒന്നും മനഃപൂർവ്വമല്ല. എല്ലാരോടും മാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നിധി കൈകൂപ്പി കരയുന്നുണ്ട്. അവൾ കരച്ചിലോടെ സോറി നികേഷേ, സോറി എന്ന് നികേഷിനോട് പറയുമ്പോഴേക്കും നികേഷും സങ്കടത്തോടെ പൊട്ടിക്കരയാണ്. പുറത്ത് അവരുടെ അച്ഛൻ ഭാസ്കരനും ടെൻഷനോടെ തൻ്റെ കട്ടിലിൽ ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഹരീഷ്, ഇതാണ് സത്യമെങ്കിൽ ആദ്യ ദിവസം തന്നെ ഞങ്ങളോട് എന്തിനാ നിങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണെന്ന് നുണ പറഞ്ഞത്? വാ തുറന്ന നുണ നുണ നുണ. എടോ, എത്ര തവണ ഞാൻ ചോദിച്ചു ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും മറക്കുന്നുണ്ടോന്ന്? അപ്പോഴും നുണ. താൻ പറയുന്ന നുണകളൊക്കെ വിശ്വസിക്കാൻ ഞങ്ങൾ എന്താ വിഡ്ഢികളാണോ എന്ന് പറയുമ്പോഴേക്കും നിർത്തടാ, എപ്പോൾ നോക്കിയാലും ഇത് മാത്രമേ പറയാനുള്ളൂ. ഞാൻ നുണയൻ, ഞാൻ നുണയൻ, ഞാൻ നുണയും. എന്തിനാടാ എല്ലാവരും എന്നെ ഇങ്ങനെ കോണർ ചെയ്യുന്നേ? എല്ലാം ഓക്കെ ആണെങ്കിൽ ഞാൻ എന്തിനാടാ നുണ പറയുന്നേ? ഈ വീട്ടിലെ നാണക്കേടിനെ കുറിച്ചും നാട്ടുകാർ പറയുന്നതിനെ കുറിച്ചുമൊക്കെ ഓർത്ത് എങ്ങനെയാടാ സത്യം പറയാൻ തോന്നുന്നേ? ഇത്രയും കാലം ഈ കുടുംബത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു സമാധാനം തോന്നിയിട്ടുണ്ടോ? നാട്ടുകാർ ഒരിക്കലെങ്കിലും നമുക്കൊരു മതിപ്പ് തന്നിട്ടുണ്ടോ? ആണുങ്ങൾ മാത്രമുള്ള ഈ വീടിനെ പറ്റി നാട്ടുകാർ എന്തൊക്കെ നുണക്കഥകൾ പറഞ്ഞുണ്ടാക്കി. അത് മറക്കാനും മറികടക്കാനും വേണ്ടിയാ ഞാൻ ഓരോ നുണകൾ പറഞ്ഞു തുടങ്ങിയത്. ശരിയാ, ഈ കല്യാണം ശരിക്കും നടന്നതാണെന്ന് ഞാനിങ്ങ് പറഞ്ഞു. അല്ലാതെ ഞാനെന്തു പറയണമായിരുന്നു? ഈ കല്യാണം ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നടത്തിയതാണെന്നോ? ശരിക്കൊരു കല്യാണം നടന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കും അതെങ്ങനെയെന്ന്. അപ്പോൾ പരസ്പരം പ്രേമിച്ചിട്ടാണെന്നല്ലാതെ ഞാൻ എന്തു മറുപടിയാടാ പറയേണ്ടത്? പറ. മറുപടിക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിലൊന്നു പറഞ്ഞാൽ അത് നുണയാ. മറുപടിക്ക് ഒരു ഓപ്ഷനേ ഉള്ളെങ്കിൽ അതിനൊരൊറ്റ കാരണേ ഉള്ളൂ, നിവൃത്തികേട്. എൻ്റെ നുണകളൊക്കെ നിവൃത്തികേടുകളാടാ. സത്യം അറിയുമ്പോൾ അറിഞ്ഞോട്ടെ, അതുവരെ എല്ലാം നല്ലതായിരിക്കട്ടെ. സത്യം അറിയുമ്പോൾ എന്നെ കുറ്റം പറയേണ്ടവരൊക്കെ പറഞ്ഞോട്ടെ. ഞാനെപ്പോഴും നുണ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ചുറ്റുമുള്ളവർ സന്തോഷിക്കാൻ വേണ്ടി മാത്രമാണ്. സത്യമറിയാതെ കുറ്റപ്പെടുത്തുന്നവർക്ക് കുറ്റപ്പെടുത്താം, ശിക്ഷിക്കണമെങ്കിൽ ശിക്ഷിക്കാം. നിനക്കെന്നെ ശിക്ഷിക്കണോ? ശിക്ഷിക്കണമെങ്കിൽ വാ, ഞാൻ ആ മുറ്റത്തുണ്ടാവും. എന്നെ തല്ലുകയോ കൊല്ലുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഇതും പറഞ്ഞ് സുധീഷ് വിഷമത്തോടെ ഉമ്മറത്ത് പോയിരിക്കുമ്പോഴേക്കും ഭാസ്കരനും ഒരു ബീഡി വലിച്ചുകൊണ്ട് അവിടെ തന്നെ വിഷമത്തോടെ റൂമിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴേക്കും നികേഷ് കരഞ്ഞുകൊണ്ട് സുഭാഷിനരികിൽ ചെന്ന് എന്താ സുഭാഷ് ഏട്ടാ ഇതൊക്കെ എന്നും പറഞ്ഞ് സുഭാഷിന്റെ നെഞ്ചത്തേക്ക് വീണ് പൊട്ടിക്കരയുന്നുണ്ട്. തന്റെ നെഞ്ചിൽ വീണ് കരയുന്ന നികേഷിനെ സുഭാഷ് ആശ്വസിപ്പിക്കുമ്പോഴേക്കും ഹരീഷും അവിടെ കട്ടിലിരുന്ന് മുഖം പൊത്തി കരയുന്നുണ്ട്. നിധിയും റൂമിൽ ചെന്നിരുന്ന് പൊട്ടിക്കരയുന്നുണ്ട്. സന്ധ്യാനേരമായപ്പോഴേക്കും സുഭാഷ് അടുക്കള വാതിലിനടുത്ത് ചെന്ന് എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കാണ്. അപ്പോഴേക്കും ഹരീഷും ഡൈനിങ് ഹാളിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് കരയുന്നുണ്ട്.
അച്ഛൻ സുധീഷിനെ വഴക്കു പറഞ്ഞ് നിധിയുടെ റൂമിലാക്കുന്നതും കുറച്ച് കഴിയുമ്പോൾ സുഭാഷ് അവനെയും കൂട്ടി പുറത്തേക്ക് വരുന്നതും പിന്നെ ഹരീഷ് പോയി അതിനെ ചോദ്യം ചെയ്യുന്നതും തനിക്കൊരു ജീവിതം കിട്ടിയിട്ടേ മറ്റുള്ളവരും ഒരു ജീവിതം ആരംഭിക്കാവൂ എന്നുള്ള സുഭാഷ് ഏട്ടൻ്റെ ചിന്ത വലിയ സ്വാർത്ഥതയാണ് എന്നൊക്കെ ഹരീഷ് പറയുന്നതുമെല്ലാം അവൻ ഓർക്കുന്നുണ്ട്. ഇതൊക്കെ ചിന്തിച്ച് വിഷമത്തോടെ ഹരീഷ് എഴുന്നേറ്റ് സുഭാഷിന്റെ അടുത്തേക്ക് പോവുകയാണ്. അടുക്കള വാതിക്കൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം ആലോചിച്ച് നിറകണ്ണുകളോടെ നിൽക്കുകയായിരുന്ന സുഭാഷിന്റെ അടുത്തേക്ക് ഹരീഷ് വരുന്നത് കണ്ട് സുഭാഷ് പെട്ടെന്ന് കണ്ണുകൾ തുടയ്ക്കുന്നുണ്ട്. ഹരീഷ് അടുത്തേക്ക് ചെന്നപ്പോഴേക്കും, ഹരീഷെ, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിന്നോട് പറയണമായിരുന്നു, ഞാനെല്ലാം നിന്നോട് പറയണമായിരുന്നു, ഒന്നും മനഃപൂർവ്വമല്ല എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും നിധിയും അങ്ങോട്ട് വരുന്നുണ്ട്. പരസ്പരം സ്നേഹിക്കാതെയും ഇഷ്ടപ്പെടാതെയും രണ്ടുപേരൊരു കല്യാണക്കുടുക്കിൽ പെട്ടുപോകുന്ന കാര്യം നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ എന്ന് സുഭാഷ് ഹരീഷിനോടായി പറയുന്നത് കേട്ട് ടെൻഷനോടെ നിൽക്കുന്ന നിധിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിന്റെ ബാക്കി വിശേഷങ്ങളുമായി നാളെ